ഇത്രയും കാലത്തിന് ശേഷവും ടീച്ചർക്ക് എന്നോടുള്ള പക തീർന്നില്ലേ? ഇപ്പൊ എന്തിനിങ്ങനെ ഒരു കമ്പി അടിച്ചു? കമ്പിയോ? ഞാൻ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്റെ മുമ്പിലേക്ക് ചാടി വീണത്. ഞാൻ ടീച്ചറിനെ ശല്യപ്പെടുത്തുന്നു ടീച്ചർ കമ്പി അടിച്ചിട്ട് എന്നെ കൊല്ലാനാണ് അത്ര അങ്ങേര് വന്നിരിക്കുന്നത്. എന്താ ഈ പറയുന്നേ? പക്ഷെ സത്യമായിട്ട് ഞാൻ അങ്ങനെ കമ്പി അടിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ ചേട്ടായി എവിടെ? എന്റെ പുറകെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ടീച്ചറെ, ഞാൻ കാല് പിടിക്കാം. ആ മനുഷ്യരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇത് എന്നതാ ചേട്ടായി? വരുന്ന വിവരത്തിനൊരു കത്ത് പോലും ഇട്ടില്ലല്ലോ. ഓഹോ, അപ്പൊ ഞാൻ കേട്ടതുപോലെ തന്നെ നീ കമ്പി അടിച്ചില്ല എന്ന് പറയാൻ വരികയായിരിക്കും. ഞാൻ എന്തിനാ കമ്പി അടിക്കുന്നേ? അവൻ വന്ന് കാല് പിടിച്ചപ്പോ നിന്റെ മനസ്സലിഞ്ഞു. അതിർത്തിയിൽ മുഴുവൻ പ്രശ്നങ്ങളാ. അതിന്റെ ഇടയിൽ ലീവ് കിട്ടാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ. ആ എന്നോട് നുണ പറയാൻ നോക്കിയാലുണ്ടല്ലോ. എന്റെ ചേട്ടായി, ഞാൻ ഒന്നും പറയണ്ട. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കെൽപ്പില്ലാത്ത എനിക്ക് എങ്ങനെയാടി രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ കഴിയുന്നേ? പറ, അവൻ നിന്നെ എന്ത് ചെയ്തു? ആരെന്ത് ചെയ്തെന്നാ? സത്യം പറയുന്ന നിനക്ക് നല്ലത്. സത്യം എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? പറഞ്ഞില്ലേല് രണ്ടെണ്ണത്തിനും കൊന്ന് ഞാൻ എന്റെ പാട്ടിന് പോവും. എവിടാ മാത്തുക്കുട്ടി? ആ ചട്ടയാളിൽ എവിടെയാ ചോദിച്ചത്? നിൽക്കണ പിടിക്കണേ, അടുക്കരുത്. മരിക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുവാ. ആനി ടീച്ചറുടെ പേര് വെച്ച് ക്ലീറ്റസിന് കമ്പി അടിച്ച താനാണെന്ന് അറിഞ്ഞു. ക്ലീറ്റസ് എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. മരിക്കാൻ ഭയം ഉണ്ടായിട്ടല്ല, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന് ക്ലീറ്റസിനോട് സത്യം പറയണം. ഞാൻ ആർക്കും കമ്പി അടിച്ചിട്ടില്ല. എങ്കിൽ നമുക്ക് ആദ്യം പോസ്റ്റ് ഓഫീസിലേക്ക് പോവാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഓഫീസിലോട്ട് പോകാം. പിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി, കമ്പി അടിച്ച കാര്യം വെളിയിലായി. താൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തെന്ന മാഷോട് പറയണതായത്. അല്ലെങ്കിൽ അവന്റെ തട്ടും. നിൽക്കണം അവിടെ നിൽക്കണം. ആര് കമ്പി അടിച്ചെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ മതി. ഈ ചട്ടുകാലം നാറിയാണ് ചെയ്തത്. ക്ലീറ്റസേ, ഞാൻ നിരപരാധിയാണ്. ഈ കള്ളനായര് പറഞ്ഞിട്ടാ. ചുപ് കർ ബദ്മാഷ്. മനസ്സമാധാനത്തോടെ എനിക്ക് രാജ്യത്തിന്റെ അതിർത്തി കാക്കണം. അതുകൊണ്ട് എല്ലാവനെയും ഞാൻ തട്ടും. ക്ലീറ്റസേ, സമാധാനമുണ്ട്. ക്ലീറ്റസേ, പിടിച്ചു മാറ്റണോ? ക്ലീറ്റസേ, തോക്ക് വെച്ച് കളിക്കരുത്. ക്ലീറ്റസേ, മാറാനേ പറഞ്ഞത്. പിടിച്ചു മാറ്റാൻ മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി വെടിവെക്കരുത്. ക്ലീറ്റസേ, ക്ലീറ്റസേ, നോക്കിന്ന് വിടുന്നു. ക്ലീറ്റസേ, മാത്തുക്കുട്ടി, എന്താണ് മാത്തുക്കുട്ടി ഇതിന്റെ ഉള്ളിലാണ് കൊണ്ടേ കയ്യിട്ട് വിടുന്നുണ്ട്.
ആളിനിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. വാ. ബോധം വന്നുവല്ലേ? ക്ലീറ്റസേ, ചെല്ലും ചെലവും തന്ന് ഒരുപാട് കാലം ട്രെയിനിങ്ങും എടുപ്പിച്ച് ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ടാ സർക്കാർ ഒരു പട്ടാളക്കാരനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏതോ ഒരു വിവരദോഷി കമ്പി അടിച്ചതിന് ക്ലീറ്റസ് ചാടിക്കേറി വന്ന് സ്വന്തം തല ഈ സ്ഥിതിയിലാക്കണമായിരുന്നോ? മരിച്ചിരുന്നതിൽ സർക്കാരിന് എത്രയാ നഷ്ടം? ഈ സർക്കാർ എന്ന് പറഞ്ഞ ആരാ? നമ്മളാ, ഇവിടുത്തെ പൊതുജനങ്ങളാ. അത് ക്ലീറ്റസ് മനസ്സിലാക്കണം. മാത്രല്ല, മിസൈലിന്റെയും പീരങ്കിന്റെയും മുമ്പിന്ന് രക്ഷപ്പെട്ടു വന്ന പട്ടാളക്കാരൻ നാട്ടിലെത്തി തെങ്ങിന്ന് 4 തേങ്ങ വീണ് ചത്തും തന്നെ. എന്തൊരു നാണക്കേടാ. ഞാൻ ഒരിക്കലും ക്ലീറ്റസിന്റെ ശത്രുവല്ല. നമ്മൾ രണ്ടുപേരും സല്യൂട്ട് ചെയ്യുന്നത് ഒരേ പതാകയാണ് ക്ലീറ്റസെ. ഇന്ത്യൻ പതാക, ത്രിവർണ്ണ പതാക. ഭാരത് മാതാ കി ജയ്. കണ്ടോ, ഇതാണ് യഥാർത്ഥ പട്ടാളക്കാരൻ. പെട്ടെന്ന് മുറിവണങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്നിട്ട് വേഗം അതിർത്തിയിലേക്ക് ചെല്ലും. നുഴഞ്ഞുകയറ്റക്കാരെ ഓടിക്കും. ജോലിയിൽ പ്രവേശിച്ച് ആദ്യം കിട്ടുന്ന ശമ്പളം ഞാൻ കാർഗിൽ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യും ക്ലീറ്റസെ. ഇൻകം ടാക്സുകാരുടെ കണ്ണിപ്പെടാതെ ഇവിടം വരെ എത്തിയത് ഭാഗ്യം. മുഴുവൻ 500 അല്ല, ഒരു കെട്ട് 100 സാരല്ല. സാർ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ആ ഗോകുലകൃഷ്ണന്റെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്ന് കേട്ടു. അതൊന്നും താറിയണ്ട. പിന്നെ അയാളുടെ കേസ് CBI ഏറ്റെടുത്തു. അധികം താമസിക്കാതെ അയാൾ അകത്താവും. അല്ല, ഈ പാൽപ്പടി മോഷണ കേസൊക്കെ CBI ഏറ്റെടുക്കൂ സാർ? അല്ലാതെ CBIക്ക് ഇപ്പൊ ഏത് കേസ് ഇരിക്കുന്നു ഏറ്റെടുക്കാൻ? അതൊക്കെ ശബ്ദം ഉണ്ടാക്കാതെ കയറ്. അതെന്തിനാ സാർ? CBI എൻഫോഴ്സ് ഒക്കെ നാട് നിങ്ങളെ കറങ്ങിടക്കുക. ഓഹോ, ഇവിടെ ആരുമില്ലേ? എല്ലാരും വന്നേ. ഞാനിതാ 2.25 ലക്ഷം കൊടുക്കാൻ പോകുന്നേ. എന്ത് തോന്നിവാസോടോ തലി കാണിക്കുന്നേ? അല്ല, എല്ലാരും അറിയണമല്ലോ. സാക്ഷികള് മാത്രമല്ല, യഥാർത്ഥ മാനേജറായ സാറിന്റെ മകള് വേണല്ലോ എന്നെ അപ്പോയിന്റ് ചെയ്യാൻ. 2.25 ലക്ഷം ശരിയായി. ഉടൻ തന്നെ എന്നെ അപ്പോയിന്റ് ചെയ്യണം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. തൊലച്ചല്ലോടൂ താൻ. അവളുമാർ രണ്ടുപേരും ഇനി എനിക്ക് സ്വൈര്യം തരത്തില്ല. പണോട്. അല്ല, സാക്ഷികള് ഞാൻ തന്നെ സാക്ഷി. മാനേജർ ശങ്കുണ്ണിനായൊരു വാക്ക് പറഞ്ഞ വാക്കാ. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ താനായിരിക്കും പുതിയ ഭാഷ. ഇൻകം ടാക്സ് ഇപ്പൊ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാ. എന്താ ഹെഡ്മാസ്റ്റർ കാണാൻ വന്ന് നിൽക്കുന്ന ഹെഡ്മാസ്റ്റർ? എന്താ നമ്പ്യാരെ? കോടതിയിൽ നിന്നൊരു ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്. ഇഞ്ചക്ഷനോ? ഗോകുലകൃഷ്ണൻ മാസ്റ്ററുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റാരെയും സ്കൂളിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ്. അയ്യോ 4 ലക്ഷം അങ്ങനെ ചുളിലടിക്കാൻ പറ്റില്ല. ഇപ്പം മനസ്സിലായി കാണും. അങ്ങനെ ചിരിക്കാറായിട്ടില്ല ഗഫൂർ. നമ്മുടെ ഇഞ്ചക്ഷൻ വേണമെങ്കിൽ അങ്ങേർക്ക് വെക്കേറ്റ് ചെയ്യിക്കാം. എന്ന് വെച്ചാ തടസ്സം നീക്കാന്ന് അല്ലേ? അതെ. നമ്മുടെ കുറുവാഞ്ചേരിയിലെ മാഷല്ലേ വരുന്നത്? അതെ, അയാൾ തന്നെ. സംഗതി അറിഞ്ഞിട്ടുള്ള വരുവാനാ തോന്നുന്നത്. പാവം, ജോലി കിട്ടൂല എന്ന് പറഞ്ഞപ്പോ വട്ടായി പോയി എന്നാ തോന്നുന്നത്.
സാറിന് ഉച്ചയൂണ് ഇവിടുന്നാണല്ലേ? സരസ്വതി വിലാസം സ്കൂളിന്റെ അതെ, ശങ്കുണിയാരെ. അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നത് പുതിയ ആളെ നിയമിച്ചോ? ക്ലെയിം ഉണ്ടെന്ന് ഒരാളിനെ കാണാൻ വന്നിരുന്നു. ചേർക്കാൻ പോവാ. പിന്നെന്തായിരുന്നു കൺഫ്യൂഷൻ? ഒന്നുമില്ല, ക്ലെയിമുള്ള സ്ഥിതിക്ക് ചേർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തന്നെയല്ല, അയാൾ ഒന്നാം തരം അധ്യാപകനാ. സാറിനെ കാണാൻ അയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പൊ വീട്ടിലായിരിക്കും ബൽറാശൻ ചെന്നിട്ടുള്ളത്. വീട്ടിലോ? അതിന് അതിപ്പോ ഞാൻ എങ്ങനെയാ സാറോട് പറയുന്നേ? ഒരു സെക്കൻഡ്. എന്റെ വൈഫിന്റെ ബന്ധത്തിൽപ്പെട്ടൊരു ചെറുക്കൻ എഞ്ചിനീയറാ. സാറിന്റെ മകൾക്ക് ഒരു കല്യാണ ആലോചനയായിട്ട് വന്നിരുന്നു. എന്റെ അറിവിൽ സാറിനെ കുറിച്ചും സാറിന്റെ മകളെ കുറിച്ചും എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. പക്ഷേ കല്യാണാലോചനക്കാര് വിശദമായിട്ടൊരു അന്വേഷണം നടത്തി നോക്കിയപ്പോ അതിപ്പോ ഞാൻ എങ്ങനെയാ പറയണം മിസ്റ്റർ? നമ്മൾ നേരത്തെ പറഞ്ഞ ഗോകുലേഷൻ മാഷില്ലേ, അയാൾ സാറില്ലാത്ത സമയം നോക്കി വീട്ടിൽ ചെല്ലാറുണ്ടെന്നും സാറിന്റെ മകൾ അയാളെ കാണാൻ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലാറുണ്ടെന്നും. എന്റെ മോളെ പറ്റി തന്നെ എന്താ പറഞ്ഞ? സാർ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? സാറിന്റെ മകളെ വേണ്ടെന്ന് വെച്ച് കല്യാണ പട്ട് തിരിച്ചു പോയത് എന്തുകൊണ്ട്? എന്തായാലും സാറിന് അന്വേഷിക്കണം, സത്യം ഉണ്ടോന്ന് അറിയണം.